ഹോല അമിഗോസ് കൊമോസ്താൻ. ഞാനിപ്പോൾ പോണത് കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് ചെയ്യാനാണ്. എൻ്റെ വീഡിയോ മുന്നേ കണ്ടവർക്ക് മനസ്സിലാവുണ്ടാവും ഞാൻ എവിടേക്കാണ് പോകണമെന്നൊക്കെ. എന്നാലും ഞാൻ വിശദീകരിച്ചൊന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ നേരെ പോകുന്നത് ഡൽഹിക്കാണ്. അപ്പോൾ തിരൂരിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറുന്നത്. നമ്മൾ ട്രെയിൻ എത്തി. അങ്ങനെ വെള്ളിയാഴ്ച 4:30 നമ്മൾ ട്രെയിൻ കയറി. തിരൂരിൽ നിന്ന് ഡൽഹിക്ക് ഏകദേശം 46 മണിക്കൂറിൻ്റെ ട്രെയിൻ യാത്രയുണ്ട് അതിൻ്റെത്. അങ്ങനെ നമ്മൾ ഡൽഹിയുടെ മണ്ണിൽ കാലുകുത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഫസ്റ്റ് ടൈം. അങ്ങനെ നമ്മൾ 46 മണിക്കൂറിൻ്റെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഡൽഹിയിലെത്തി. എത്തിയപാടെ നമ്മൾ റൂം അന്വേഷിച്ചിറങ്ങി. അവസാനം റൂം കിട്ടി. ഏകദേശം 2:30 ആയപ്പോഴാണ് നമ്മൾ ഡൽഹിയിലെത്തിയത്. അങ്ങനെ കുറച്ച് ടൈം നമ്മൾ ഡൽഹിയിൽ സ്പെൻഡ് ചെയ്തു. അങ്ങനെ നൈറ്റ് ആയപ്പോൾ നമ്മൾ കസോളിലേക്ക് ബസ് കയറി. ഇനി ഞാൻ ഞങ്ങളുടെ യാത്രേൻ്റെ ഒരു പ്ലാൻ പറഞ്ഞുതരാം. കസോൾക്ക് എത്തിയതിൻ്റെ ശേഷം ഗ്രഹൻ വില്ലേജ് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഗ്രഹൻ വില്ലേജ് പോയി സ്റ്റേ അടിച്ചതിൻ്റെ ശേഷം മണാലി പോയിട്ട് മണാലിയിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് റെക്കൊമ്പയിൽ നിന്നാണ് നമ്മുടെ നടത്തം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 1500 കിലോമീറ്റർ മണാലി ടു ശ്രീനഗർ. ഇതത്ര ചെറിയ യാത്രയല്ല, നമുക്കറിയാം. കുറച്ച് അഡ്വഞ്ചറാണ്, കുറച്ചധികം. കാരണം ഈ യാത്രയിൽ നമ്മൾ പല ബുദ്ധിമുട്ടും ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വിശ്വാസമല്ലേ എല്ലാം. ഇനി കറൻലി ഞാനിപ്പോൾ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളിപ്പോൾ ഉള്ളത് കസോളിലാണ്. കസോൾ ഇറങ്ങിയ പാടെ അവിടെ കുറച്ചു നേരം കറങ്ങി. സത്യം പറയാലോ, ഞാൻ വേറെ ഏതോ ലോകത്തേക്ക് എത്തിയ പോലത്തെ ഫീലാണ് എനിക്ക്. ഇതൊക്കെ നമ്മൾ യൂട്യൂബിലും റീലിലും കണ്ടെന്നല്ലാതെ ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഫൈനലി നമ്മൾ കസോളിൽ എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. ഇനി ഇവിടുന്ന് ഗ്രഹൻ വില്ലേജ് നമ്മൾ പോകും. ഇവിടെ തന്നെ കണ്ടിട്ട് ഞാൻ വേറെ ഏതോ ലോകത്തെത്തി പോയല്ലോ. നോക്കി എനിക്കറിയില്ല വീഡിയോയിലൊക്കെ എങ്ങനെ കാണുന്നില്ല. അങ്ങനെ കസോളിലെ ഭംഗി കുറേ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നു ഗ്രഹൻ വില്ലേജിലേക്ക്. ഗ്രഹൻ വില്ലേജിലേക്ക് നമ്മൾ വെറുതെ പോകാൻ പറ്റില്ല, ട്രെക്ക് ചെയ്ത് വേണം പോകാൻ. ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട് ഗ്രഹൻ വില്ലേജിലേക്ക് എത്താൻ. അങ്ങനെ വണ്ടിയിൽ നമ്മളെ കൊടുന്നാക്കിയതിന് ശേഷം നമ്മൾ അവിടുന്ന് നമ്മളെ റൂമൊക്കെ നടക്കാൻ തുടങ്ങി. ഇനി റൂമും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ട്. യൂട്യൂബിൻ്റെ ലിങ്ക് ബയോയിലും ഉണ്ട്. അപ്പോൾ കയറി കാണാം. അപ്പോൾ ശരി എന്നാൽ.